ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ രാവിലെ ഉണ്ണികളെ കൊണ്ട് സ്കൂളിൽ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൊണ്ടുപോയി സാധനങ്ങൾ കുറേ കഴുകാനും പിടിക്കാനൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ച റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാം ഫുള്ള് അങ്ങനെ നമ്മൾ മീൻ മേടിച്ചു കൊടുത്തിട്ട് 1/4 കിലോ ചെമ്മീനും ഒരു 1/2 കിലോ പട്ടത്തി മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ ദിവസമായി നമ്മുടെ വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹം കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ തുറക്കുമ്പോൾ കാണുന്ന ഒരു കറിയാണ് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായിട്ടുള്ള കറി കേട്ടോ. അങ്ങനെ ഞാൻ ബേക്കറി നന്നാക്കാൻ വന്നിരുന്നപ്പോൾ ഞാൻ ഏട്ടനോട് കുറച്ച് പയറുണ്ടായിട്ട് ഉപ്പേരിക്ക് അതൊന്ന് നന്നാക്കി എരിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനായിട്ട് മുരിങ്ങക്കായും ആ പയറൊക്കെ എടുക്കാൻ പോയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാൾക്ക് ഇവിടെ നിന്നിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇതൊക്കെ നന്നാക്കി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കുളിച്ച കാരണമായിട്ട് എങ്ങനെ ഇരിക്കുന്നത് എന്താ വെച്ചാൽ മീനൊക്കെ മണങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ണികളെ കൊണ്ടുവരാൻ മുമ്പൊക്കെ വേറെ ഡ്രസ്സ് മാറണ്ട. അപ്പോൾ ദിവസം 2-3 മാറിയിട്ട് ഇതൊക്കെ കഴുകിണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണ്ടേ. അങ്ങനെ നമ്മൾ ആ പട്ടത്തി നന്നാക്കി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. വേറെ മീൻ പോലെയുള്ള പട്ടത്തി ചിലവർ ഒരു വശത്തെ തൊലി കളയും, ഞാൻ 2 വശത്തെ തൊലി കളയും കേട്ടോ. അങ്ങനെ ഭയങ്കര പണി കേട്ടോ. വലിച്ചാലും കിട്ടുന്നില്ല, ഭയങ്കര ശക്തി പിടിച്ചിട്ടാണ് ഈ വലിക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ അച്ഛൻ മാന്തലൊക്കെ വലിച്ച് നന്നാക്കിയിട്ട് അപ്പാനേട്ടനോട് ആരോ ഫോൺ വിളിച്ചു കേട്ടോ. ആരാ പൊന്നു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു മാങ്ങച്ചാറ് എങ്ങനെ ഉണ്ടാക്കുക, പിന്നെന്താ മാങ്ങ മീൻകറി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മീൻകറി വയ്ക്കാൻ ചോദിച്ചേട്ടാ. അപ്പോൾ അത് റെസിപ്പി പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു തല ചോദിച്ചിട്ട് വയ്യാനായിട്ട് ഒന്ന് മാന്തിയായി കേട്ടോ. ഈ മീൻ നന്നാക്കി ഇരിക്കുമ്പോൾ ഇല്ലാത്ത ചൊറിച്ചിലൊക്കെ വരും കേട്ടോ, സത്യം. അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല. ഇരുന്നിട്ട് എൻ്റെ കളിയൊക്കെ കേട്ടോ, എന്താ തലയിൽ പേനുണ്ടോ എന്നൊക്കെ വെച്ചിട്ട് കളിയാക്കണം നീ കാണണം കേട്ടോ ആശേ. അങ്ങനെ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒരു കത്രിക എടുത്തിട്ട് വായിക്കും, ഇതൊന്നും നന്നാക്കാൻ പറ്റില്ല, ഇതിന് കത്തിയോട് തോണ്ടിയിട്ടും പിടിച്ചിട്ടും വരുന്നില്ല സത്യം. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം 5 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പഴയ ലൈഫിലേക്ക് തിരിച്ചെത്തിയില്ല കേട്ടോ. 2 ജീവിതത്തിന് 2 സുഖം. അവിടെ ആകുമ്പോൾ നമുക്കൊന്നും അറിയണ്ട, നേരത്തിന് ഫുഡ് എത്താൻ കഴിയുകയും ചെയ്യുക, കുളിയും ദേവാരും അതൊക്കെ സുഖം. ഇത് വേറൊരു വേറൊരു ലൈഫ് അങ്ങനെ. എന്നാലും നമ്മുടെ ശരീരത്തിന് എപ്പോഴെങ്കിലും ഒരിക്കലും ഇങ്ങനൊരു ഒരാഴ്ച നമ്മുടെ ശരീരത്തിന് റെസ്റ്റും മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു റെസ്റ്റും എല്ലാം നമുക്ക് ആവശ്യം. നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മളറിയുന്നില്ല നമ്മുടെ ശരീരത്തിൽ തന്നെ കേടുകളോ കാര്യങ്ങളോ അറിയില്ല. പിന്നെ നമ്മളവിടെ പോയി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ എത്രത്തോളം നീര് കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും നമുക്ക് എന്നോട് ആ ഡോക്ടർ പറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും ശരീരത്തിനൊരു മസാജ് കൊടുക്കാനുള്ളത്. എനിക്ക് മാത്രമല്ല, എൻ്റെ പോലെ വീട്ടിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാർക്കായാലും ജോലിക്ക് പോകണവർക്കായാലും എല്ലാവർക്കും ഇത് ബാധകമായിട്ടാണ്. പിന്നെ ഗൾഫിലുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത് ഇപ്പം അന്യനാട്ടിൽ ജോലി ചെയ്യണവർക്കൊക്കെ ആകുമ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ജോലിക്ക് പോവുക, വീട്ടിലെ കാര്യങ്ങൾ 2 കാര്യം കൂടി. എനിക്കെന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ ഒരു കാര്യം മാത്രം. അവർക്ക് നമ്മൾ ജോലി സ്ഥലത്ത് ഒരുപാട് ടെൻഷനും എല്ലാത്തിനും നമുക്ക് നാട്ടിൽ വരുമ്പോൾ റിലാക്സ് ചെയ്യാൻ ഒരു 5 ദിവസം നമുക്കായിട്ട് മാറ്റി വയ്ക്കണം. ഒരു 5, 6, 7 ദിവസം നമുക്ക് മാത്രമായിട്ട് മാറ്റി വെച്ച് നമ്മുടെ ശരീരത്തിനായാലും മനസ്സിനായാലും ഒക്കെ റെസ്റ്റ് ആവശ്യമാണ്. എല്ലാ തിരക്കുകളൊന്നും നമ്മൾ ഒഴിഞ്ഞ് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമുക്ക് ആവശ്യം ബന്ധുക്കൾ കാണണമൊക്കെ എല്ലാം ആവശ്യമാണ്, എല്ലാം നമുക്ക് ആവശ്യമാണ്. അതേപോലെ ഒരു ആവശ്യമാണ് കേട്ടോ നമ്മുടെ ശരീരത്തിനുള്ള കുറേ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും. നമ്മൾ പറയണത് നമ്മളിതിന് പോയപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയണത്. അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയണതും അതുകൊണ്ടാണ്. ഇപ്പോൾ സത്യം കൈകാലക്കാണോ സുഖം. ആദ്യം റോബോട്ട് പോലെ എനിക്ക് പോയിരുന്നു കയ്യിൽ ഞാൻ. നമുക്കത് അറിയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ചെയ്തതിനുള്ള ഗുണം നമുക്ക് അറിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 100-ഒരു 90% വേദനകളേക്ക് പറഞ്ഞു. പിന്നെയുള്ള ഒരു 10% എനിക്ക് ഒരുപാട് അസുഖങ്ങൾ കാരണമുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ഒറ്റ പ്രാവശ്യത്തോട് ചിലപ്പോൾ അങ്ങനെ കുറേ. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഭയങ്കര നമുക്ക് തലയ്ക്കുള്ള മസാജും കാരണം അത് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിരുന്നു. എനിക്ക് ഒരു പണി കുറഞ്ഞു കിട്ടി. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കൈ തിരുമ്പണം, കാല് തിരുമ്പണം. അതൊരു പണിയായിട്ട് കണ്ടിരുന്നിട്ടല്ല, എന്നാലും നമ്മൾക്ക് തീരുമാനമൊക്കെ ഇഷ്ടം. എന്നാലും ഇനിയിപ്പോ വേദന ഞാൻ എൻ്റെ മോനെ വിളിക്കണം. വേദന വരില്ല, അല്ല നമ്മൾക്ക് വേദന വരേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ കുറേ ശരീരത്ത് അവിടെ ഇവിടെ ചതവും നീരും സമൃദ്ധിയായിരുന്നു കേട്ടോ. നമുക്ക് അറിയണുണ്ട് അവർ ഒഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നീരുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്.
അവർ പറയും ഇങ്ങനെ തൊടുമ്പോൾ നമുക്ക് ഇവിടെ വേദന വരുമ്പോൾ ശരിക്കും പറഞ്ഞോളൂ. അവർ ഒഴിയുമ്പോൾ നമുക്ക് വേദനയുടെ സാധനങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയണ്ട അവിടെ നീര് കിട്ടിയത് പിടിക്കുമ്പോൾ അറിയണ്ട അവർക്ക്. അവരിങ്ങനെ തന്നെ പറയും നിങ്ങൾക്ക് ഇവിടെ വേദന ഉണ്ടല്ലേ ജോയിൻറ്റിൽ. ഇങ്ങോട്ട് തന്നെ അവർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരം തൊടുമ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് ഇങ്ങോട്ട് പറയും. നമുക്ക് കുറേ കാര്യങ്ങൾ പറയണ്ട അതും നമ്മൾ അങ്ങോട്ടും പറയും. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഫുഡ് കഴിച്ചാലും എത്ര വലിയ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചാലും നമ്മുടെ വീട്ടിലത്തെ ചമ്മന്തി ചോറുള്ള ഒരു സുഖം, അത് വേറെ സുഖം. സൂപ്പർ ഫുഡ് കാര്യമുണ്ട്, പ്രസവേഷൻ അങ്ങനത്തെ ഫുഡുകൾ കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ലൈഫ് അപ്പോൾ കുറേ നാളായിട്ടേക്ക് ഒരു ആഗ്രഹമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരക്കാർ മുരിങ്ങക്കായ ഇട്ട മീൻകറി. അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് അറിയണം. നമ്മൾ കഴിച്ചിട്ടില്ല, കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹം ഇങ്ങനെ റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അല്ല ചക്കക്കുരും പറയണ കേട്ടിട്ടുണ്ട്. ചക്കക്കുരു ഒന്നുമില്ല, മാങ്ങയും ചെമ്മീനും മുരിങ്ങക്കായ ഇട്ടിട്ടൊരു കറി. പിന്നെ അത് വെച്ച് നോക്കിയേക്കാം. ഏത് രീതി എവിടത്തൊക്കെ കണ്ടാലും എനിക്ക് എൻ്റെ രുചിയിലാവട്ടെ ചിലപ്പോൾ ഞാൻ വെക്കുക. വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കൂട്ടുകാരാണ് നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ നാടിൻ്റെ ടേസ്റ്റ് വെച്ചാൽ അതുപോലെ ആയിരിക്കും ഞാൻ വെക്കുക. ഞാൻ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും ഓർമ്മയിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വെക്കാൻ പോവാണ്. ഒരു ഉച്ചൂണ് ഓൾറെഡി മാങ്ങ മുരിങ്ങക്കായിട്ട് കറി വെച്ചല്ലേ നമുക്ക് ഇഷ്ടമാണ്. മാങ്ങയുടെയും മുരിങ്ങക്കായുടെയും മാങ്ങയും മുരിങ്ങക്കായും പരിപ്പൂടി കറി വയ്ക്കുന്നത് നല്ല മീൻ വറുത്തത്. ആഹാ മാങ്ങ ഉണ്ടല്ലേ, നാളെ കുറച്ചുകൂടി മുരിങ്ങക്കായ മേടിക്കാം, എന്നിട്ട് നമുക്ക് അങ്ങനെ വെക്കാം. അപ്പം അടിപൊളി ഉച്ചൂണിൻ്റെ ഒരു വീഡിയോ ആവാം അല്ലേ. കുറേ ഉണ്ണോളും ഭയങ്കര ആഗ്രഹത്തിലാണ് വീട്ടിലത്തെ ചോറുണ്ണാൻ. സ്കൂൾ ടൈം അതൊക്കെ ഉണ്ട്. കറക്റ്റ് ടൈമിങ്ങിന് ഫുഡ്, കറക്റ്റ് ടൈമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:45 ബ്രേക്ക്ഫാസ്റ്റ്, 11:45 തന്നെ ലഞ്ച് എത്തും, 2:45 പറഞ്ഞാൽ സ്നാക്സും ചായ എത്തും. പിന്നെ കുളി കഴിഞ്ഞാൽ നല്ലൊരു ചുക്ക് കാപ്പി കിട്ടും. പിന്നെ 6:45 7 മണിയാകുമ്പോഴേക്കും രാത്രിക്കുള്ള ലഞ്ചും കാര്യങ്ങളും എത്തും. അങ്ങനെ എല്ലാം രാത്രിക്കുള്ള ഡിന്നർ അല്ലേ, അങ്ങനെ നോക്കുമ്പോൾ എല്ലാം സുഖമായിരുന്നു. അത് നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയണത് നമ്മൾ ഒരാഴ്ചക്കൊക്കെ നമ്മൾ അന്യനാട്ടിൽ നിന്നൊക്കെ വരുന്നത് പിന്നെ വന്ന് പോയിട്ട് ഒഴിച്ചിൽ ചെയ്യാം കേട്ടോ. നമുക്ക് എറണാകുളത്ത് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു ദിവസത്തെ 1 ഡേ ഒഴിച്ചിൽ. അതായത് നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എത്ര ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വേണം അവർ തന്നെ നമ്മളോട് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് നേരില്ല, തിരക്കാണ്, കുറച്ച് ദിവസം. അപ്പോൾ 1 ഡേ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. നല്ലൊരു മസാജ്, നല്ല ചൂടൊക്കെ നല്ല ആവിയൊക്കെ അല്ലേ, സ്റ്റീം ചെയ്യും. നല്ല സൂപ്പറാണ്, നിസ്സാര കാര്യം പക്ഷേ അടിപൊളി അല്ലേ, നല്ല സൂപ്പറായിരുന്നു. നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ഫ്രഷ്നെസ് ആട്ടോ ഒക്കെ കൊണ്ടും. അവർ തൈലൊക്കെ തേച്ച് നമ്മുടെ ശരീരമൊക്കെ കൊണ്ട് ഉഴിഞ്ഞ് സെറ്റാക്കി വരും. അടിപൊളിയാണ്, നല്ല സത്യം പറഞ്ഞാൽ 2 മണി സമയത്തായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും എനിക്കുള്ള ടൈം കിട്ടിയിരുന്നു. ആ സമയം ഇപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല ചൂടുവെള്ളം കൊണ്ട് ശരീരത്തിൽ ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖം വേറെ ലെവലാണ്. പിന്നെ നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്ത് ഒരു പാക്കൊക്കെ ഇട്ട് തരും. അപ്പോൾ നമ്മുടെ ഫേസും ഒക്കെ നമ്മുടെ മസാജ് അങ്ങനെ അതൊരു പാക്ക് ഉണ്ട് തലയിലുള്ളത്. നെല്ലിക്കടയെന്ന് അവർ പറഞ്ഞു ചോദിച്ചപ്പോൾ അതിടുമ്പോണ്ടല്ലോ ഭയങ്കര തണവാ കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു തന്നെ മാസത്തിലേക്ക് നമുക്ക് എറണാകുളം പോയിട്ട് ഇങ്ങനെ ഒരു വർഷം കിട്ടും. എപ്പോഴെങ്കിലുമൊക്കെ വന്ന് നമുക്ക് എറണാകുളം പോകുമ്പോൾ ഒരു ദിവസം നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരുടെ നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോയ സ്ഥലം ഏതാന്ന് നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ, വിശ്വേക ആയുർവേദിലാണ് കേട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോയത്. ഏതല്ല വിശ്വേക ഇതിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോയത്. എറണാകുളത്ത് തന്നെ അവർക്ക് 2 ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. കാക്കനാടുള്ളത് പ്രസവരക്ഷയ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ എവിടെയുള്ളത് ഉദയപേരൂര് നമുക്ക് അവിടെ OP കൂടുതൽ, ഉദയപേരൂരിൽ കൂടുതലും OP ആണ്. മറ്റൊരു കാക്കനാടുള്ളതിൽ പ്രസവരക്ഷയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ
അല്ലാണ്ട് അവരെ നമ്മൾ ഇതിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് അറിയാനൊക്കെ നല്ല കേട്ടോ. പ്രസവത്തിന് പ്രസവരക്ഷ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ യാതൊരു മടി കാണിക്കരുത്. കുട്ടികൾ കുറച്ച് സ്വർണ്ണം കുറവ് കൊടുത്താലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ അമ്മ ആരോഗ്യത്തിൽ എന്നാലാണ് കുട്ടികളെ ഓടി നടന്ന് നോക്കാനും കാര്യങ്ങൾ പറ്റില്ല. കുട്ടീനെ ഒന്ന് എടുക്കുമ്പോഴേക്കും അയ്യോ തണ്ടുവേന, അയ്യോ നടുവേന എന്ന് പറയണേക്കാളും അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു വശം നമ്മൾ കുട്ടി പ്രസവിച്ചതിന് ശേഷം നമ്മുടെ മക്കളുടെ ശരീരം നന്നായി നോക്കണമെങ്കിൽ ഇങ്ങനെ ഒരു 10, 20, 21 ദിവസത്തെ ഒഴിച്ചിലും കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ടാണ്. അടിപൊളി. പിന്നെന്താ വിശേഷം ചേട്ടാ? പിന്നെ നമ്മുടെ വീട്ടിലെ വിശേഷമൊക്കെ എന്താ? നമ്മുടെ വീട്ടിലെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ കാര്യങ്ങൾ നമുക്ക് പെൻഡിങ്ങിലാണ് അല്ലേ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം നമുക്ക് പണിയിട്ട് 10 രൂപ ഉണ്ടായിട്ടല്ല 100,000 കാര്യം ചെയ്യാനുള്ള കാശ് ചെയ്തും. വണ്ടിക്ക് ചെറിയ കേട് വന്ന് വണ്ടി കാർ കൊണ്ടിട്ട് കൊടുത്തിട്ട് BRD കൊണ്ടിട്ട് കൊടുത്തിട്ട് ചെറിയ കേരളം ഒതുങ്ങിയിരുന്നു. ഇന്നലെ ഒരുത്തണ്ട് ഒരു പോക്കറ്റ് റോട്ടത്തെ ഒരു കേരള കയറിയുണ്ട്. അന്നെങ്കിൽ പിന്നെ വണ്ടി വർഷാപ്പില് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും. അതിപ്പോ വരുമ്പോ ഒരു ബൈ സ്കൂട്ടിയാർ ഒരു പോക്കറ്റ് റോഡ് നോക്കണില്ല അവര്. അപ്പുറത്തെ സൈഡ് നോക്കി എന്നിട്ട് ഓരോ ആപത്ത് പിടിച്ചു വരുത്തും. എന്നിട്ട് ഒന്നും അറിയാത്തവരതില് പെടും. അതാണ് ഉണ്ടാവുന്നത് ഈ ചെയ്യണ അക്രമങ്ങൾക്ക്. പിന്നെ എന്താ വെച്ചപ്പോ എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് ആയാലും നമ്മള് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാണ്ട് ഓടി രക്ഷപ്പെടുക. ഇന്നലത്തെ ആ പോക്കറ്റ് റോട്ടിൽ നിന്ന് കയറിയത് വേറെ ആരെങ്കിലും വണ്ടി നിർത്തി എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് രണ്ട് തെറിയിന് പണ്ട് വന്നതിന് തെറി പറയാനും തിന്നില്ല. നമ്മള് ദൈവം കാത്തു ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് വന്നു. അത്രേ ഉള്ളു. ദൈവം കാത്തു തന്നെ കേട്ടോ. അല്ലെങ്കിൽ എന്താ ഒരു മുടിനാരെ അഴക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് കേട്ടോ. അല്ലെങ്കിൽ കുണുക്കം പറഞ്ഞിട്ടില്ലേ, കുണുക്കനോട് കുണുക്കം വണ്ടി വന്ന് കാണില്ല. എൻ്റെ നെഞ്ചത്തേക്കാണ് വരുന്നത്. എനിക്ക് പേടിച്ച് അത് ശരി. ഞാനും കുണുക്കണ ആ സൈഡിലാണേ. അപ്പോൾ ശരിക്കും ആ വണ്ടിയുടെ ഇത് വന്ന് ഞങ്ങൾ രണ്ടാളുള്ള സൈഡിലേക്ക് ഞാനത് ഇരിക്കണോടത്ത് ഇങ്ങനെ പോയി പേടിച്ചിട്ട് തട്ടി. ഉറപ്പാന്ന് വെച്ചാൽ കിയയുടെ സോണറ്റ് തോന്നുന്നു. അങ്ങനെ എന്താ ചെയ്യുക, നോക്കാണ്ടുള്ള കാര്യങ്ങളൊക്കെ അശ്രദ്ധ. ഈ അശ്രദ്ധ കൊണ്ട് ഒന്നും അറിയാത്തവരെ പെട്ടു. അതാണ് കാര്യം. എന്തെങ്കിലും വന്ന് പോയിട്ട് പണ്ട് കഴിഞ്ഞു നമ്മൾ എത്ര നോക്കി പോയിട്ടും കാര്യമില്ല. ഇങ്ങോട്ട് വരണോമാര് നെഞ്ചത്തേക്ക് വരും. ഇന്നലെ ദൈവം കാത്തതാ. ദൈവത്തിന്റെ 40, 50, 60 ആ റേഞ്ചിന്റെ അപ്പുറത്തേക്ക് ഇല്ല. അത് ഞങ്ങൾക്ക് താല്പര്യമില്ല കേട്ടാ. എന്തിനിപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടനോട് ഒന്നാ പറയുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ അങ്ങോട്ട് ഓടി എത്തിയിട്ട് ഒന്നും ചെയ്ത് തീർക്കാനില്ല. നമുക്ക് പതുക്കെ പോയാൽ മതി സ്കൂളിലേക്ക്. അപ്പോഴും ഞാൻ എന്നോട് പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കയറേണ്ടത് പേടിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കയറി എടുക്കുന്നുണ്ടെങ്കിൽ പതുക്കെ കിട്ടാൽ മതി. ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ 10 വരുത്തിനേക്കാളും നമുക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ്. നമ്മൾ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റത്തെ ഇതാണ്. അല്ല നമ്മളോട് ഒരാൾക്കൊന്നും വരരുതാണ് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾക്കും ഒരു ആപത്ത് പറ്റരുത്. ഇങ്ങോട്ട് വരുന്നതിനിപ്പോൾ പാകമൊന്നുമില്ല. നമുക്ക് ലൈഫ് ലോങ് കുറ്റബോധത്തിലിരിക്കരുത്. നമ്മുടെ കൈ കൊണ്ട് വന്നു പോയതല്ലേ എന്നുള്ളൊരു കുറ്റബോധം അത്രയാണ്. ഇപ്പം എന്ത് കാര്യം വെച്ചാൽ ആ ദീപക്ക് പോയില്ലേ. അപ്പോൾ ശരിക്കും നല്ലൊരാളാണെങ്കിൽ ലൈഫ് ലോങ് ഉരുകി ആ പറഞ്ഞ നോണയാണെങ്കിൽ, സത്യമാണോ നോണയാണോ എന്നല്ല, ആണെങ്കിൽ ലൈഫ് ലോങ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു മനുഷ്യരാണെങ്കിൽ ലൈഫ് ലോങ് ഒരു മനുഷ്യൻ്റെ ആയുസാണ് എടുത്തത് നമ്മളൊരു നേരത്തെ ഒരു കാരണമുണ്ട്. സത്യമായാലും ഇപ്പോൾ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല കാര്യങ്ങൾ. ഇപ്പോഴത്തെ നിലപാടിലെ ആൾക്കാർ പറയണ വെച്ചിട്ട് പറയാണ് അല്ലേ ചേട്ടാ. അങ്ങനെ ഒന്ന് ആലോചിക്കുക, ജീവിതത്തിൽ നമുക്ക് സമ്മാനം കിട്ടുമോ? ഏറ്റവും വലിയ ഒരാളെ ആയുസ് എടുക്കുക എന്ന് പറയുന്നതൊരു ഏറ്റവും വലിയ ക്രൂരതയായി പോയില്ലേ. നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഏറ്റവും വലിയ ക്രൂരതയത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, 1/4 കിലോ ചെമ്മീൻ മേടിച്ചു, 1/2 കിലോ പട്ടത്ത്. ഞങ്ങൾക്ക് 1 മീനിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങളൊന്ന് കുറേ ദിവസമായില്ലേ നമുക്കിങ്ങനെ മീൻ വറുത്തത് കുട്ടികൾക്ക് ചോറിന്. നമ്മുടെ വീട്ടിലത്തെ ഒരു രീതി കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്.
ഒരു രീതിയിൽ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ മക്കൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് വേറൊരു വൈബാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ സ്കൂൾ വണ്ടിയിൽ കഴിച്ചിട്ടാണ് അവരെന്നെ സ്കൂളിൽ നിൽക്കാൻ പോകും. അപ്പോൾ വണ്ടിയിൽ കയറുമ്പോഴേക്കും അമ്മ നല്ല മണമുണ്ടല്ലോ കുണിക്ക് ഇതെന്താ ഫുഡ് വെച്ചിരിക്കണത്, എന്താ നാളെ ചിക്കൻ കറി ദോശ ഉണ്ടപ്പോൾ ഹായ് നല്ല മണമുണ്ടല്ലോ ചിക്കൻ കറി ദോശയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് അവർക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഇഷ്ടമാണെങ്കിൽ പോലും ഇത് വേറൊരു ഫീലാണ് അല്ലേ. അമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ്. കുണുക്കം പറഞ്ഞില്ല മടി ഒറ്റയ്ക്ക് ചോറിനെ അപ്പോൾ പറഞ്ഞ ഡയലോഗാ അമ്മ ഒട്ടിരുമ്പില്ല അമ്മമാർ എവിടുന്നോ കുട്ടി ക്യാച്ച് ചെയ്തിട്ടുള്ള കേസാലാണ്. അപ്പോൾ അവൻ്റെ സ്വയം മണ്ടയിൽ കയറിയിട്ടില്ല, അവൻ്റെ മടി ഒറ്റയ്ക്ക് തിന്നെ. അപ്പോൾ ഒറ്റയ്ക്ക് തിന്നില്ല, ഉറ്റു കൊടുക്കണം. അപ്പോൾ അമ്മമാർ വായിൽ വെച്ചതിന് പ്രത്യേക ടേസ്റ്റ്. ആ ശരി എനിക്ക് സുഖിച്ചു, എനിക്കറിയാലോ മടിച്ചിട്ടാന്ന് പറയുമ്പോൾ നമുക്കൊരു സത്യമാണെങ്കിൽ കേൾക്കുമ്പോൾ ഒരു കുളിര് അത് അവനും അറിയാം. സൂചിപ്പിച്ചത് അവന്, അത് അമ്മയ്ക്ക് മനസ്സിലായത് അവനും അറിയാം. അത് മനസ്സിലായത് നമ്മൾ അഭിനയിക്കില്ല. അതായി അപ്പം ഞാൻ പറയും ആ ശരി ഉണ്ണി അമ്മമാർ വായിച്ചെന്നാലേ നല്ല ടേസ്റ്റോ എന്നൊക്കെ പറയും. അപ്പം മറ്റാൾക്ക് കുറ്റാവും, ഒറ്റയ്ക്ക് തിന്നുണ്ടാവും ഒരാളവിടെ നിന്നിട്ട്. അതൊരു വേറെ ലെവലാട്ടാ. ആരാ അമ്മമാരെ വായിൽ കിട്ടുമ്പോൾ ഞാൻ സ്കൂളിൽ പോയി ഈ പറഞ്ഞ വരി ഇന്റർവെല്ലിന് വീട്ടിലേക്ക് ഒരു ഓടി വരവുണ്ട്. എത്ര ഉള്ള ചോറിനാണ് ടൈമുണ്ട്? 4 വായ കിട്ടിയ മതി. ആ 11:15 ഓടി വന്ന് 4 വായ ചോറ് നമ്മുടെ മേടിച്ച് തിന്നാ തിരിട്ട് വായ അന്നൊക്കെ ആര് വായിച്ചെടുക്കും. എന്നിട്ട് നിങ്ങളുടെ മക്കൾ വായൊക്കെ കണ്ടാകുമ്പോ കുണിക്ക് വായൊക്കെ കണ്ടില്ലേ, കുണിക്ക് വായ കണ്ടു വായ കണ്ട ട്യൂഷന് പോ. അന്നത്തെ ഞാൻ പറയട്ടെ പിള്ളേരോട്, അന്നൊന്നും മീനൊക്കെ മത്തി കുന്തംകുളത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് മണം വരും. എന്നാലും അത് മണപ്പിച്ചത് അന്നൊക്കെ അങ്ങനെയല്ലോ നമ്മള്. ഇപ്പോഴല്ലേ അത് കൈ തിരിച്ച വെള്ളം, ഇതിപ്പോ വെള്ളം കോരിട്ട് കഴുകട്ടെ വെച്ചിട്ട് ആരാ കഴുകുക. മടിയനായിരുന്നു ഈ മീൻ എളുപ്പമല്ല ചേട്ടാ. നമുക്ക് ചിലർ വലിയ മാന്തളത് പട്ടത്തി എന്ന് പറയും, വലിയ മാന്തളം എന്ന് പറയും പലരും. ഇതിൻ്റെ ചിലർ ബാക്കിലത്തെ തൊലി കളയില്ല, പക്ഷെ ഞാൻ കളയും കേട്ടോ. പക്ഷെ ഇത് ഈ വാലിൻ്റെ അടുത്ത കളയാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ കിട്ടാൻ പണിയാണ്, ഭയങ്കര പണിയാണ്. എൻ്റെ വീട്ടിലൊന്നും ഈ ബാക്കിലത്തെ വെള്ളത്തൊലി കളയില്ല. എന്നിട്ട് ഞാൻ നന്നാക്കുമ്പോൾ ഞാൻ ഇരുന്ന് കളിക്ക് എൻ്റെ വീട്ടിലാണ് കിട്ടാറുണ്ടോ എന്റെ ഉണ്ണിയെ. അന്ന് ഈ പറഞ്ഞ മാതിരി എത്ര രൂപയുടെ മീനെ മേടിക്കാൻ ഞാൻ വരുമ്പോ 10 രൂപ ഞാൻ വരുന്നേക്കാൾ മുന്നേ 5 10 രൂപ മീൻ മേടിച്ചിട്ട് ഒരു പൂരം പറമ്പിലുള്ളവർക്കൊക്കെ സദ്യ ഒരുക്കണെച്ചെങ്കിൽ പിന്നെ എന്താ ചെയ്യാത്ത ഒരു കൂടി കളഞ്ഞ കഴിക്കട്ടെ. മനസ്സിലോ പിന്നെ എന്തൊരു കാലം മക്കളെ, കൊതുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്റെ പിള്ളേരുള്ള കാലം വേണ്ട ഇപ്പൊ കൊറേ കാലാമർത്തിയാൻ മടി, അതൊരു മടിയായിട്ടാണ്. ഇതൊക്കെ ഞാൻ വരവ് വെച്ചിട്ടുണ്ട്. അല്ല ഞാൻ ചെറുപ്പകാലത്തേക്ക് ഒന്ന് പോയത് മാത്രം, അത് നല്ലൊരു വേറെ വൈബലാണ്. എന്നാ ഞാൻ കുറച്ചേരം അമ്മേടെ അടുത്ത് മോനെ കൊണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് വെറുതെ 10 20,000 പോയടുത്ത് പണിക്ക് ആളെ വെച്ചിരിക്കുക. ഈ മോൻ നോക്കിയോളൂ, ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് വരാം. അല്ല അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ അതിന് അമ്മയ്ക്ക് ആളും തരം ചില നേരത്ത് എന്താ പറയാ, മുറ്റത്തെ മുല്ലയ്ക്ക് മഴയ്ക്കെന്ന് പറയില്ലേ, അതാണ്. നമ്മളൊക്കെ അടുത്ത് എന്നും ചെല്ലുമ്പോ അതിനൊരു വിലയില്ല. വല്ലപ്പോഴൊക്കെ ഫോണിൽ കൂടെ വിളിക്കുമ്പോ ഉമ്മ ഉണ്ട്, ഞങ്ങൾക്ക് ഉമ്മയില്ല ബാപ്പയില്ല ഒന്നുമില്ല. ഞാനൊരു അവസാനം പറഞ്ഞു ഇനി ഞാൻ ഫോൺ വിളിക്കണുള്ളൂ, അമ്മേനെ കാണാമല്ലോ. ഒരു ഉമ്മ മിസ് ചെയ്യണ എന്തിനാ, അമ്മേനെ ഉമ്മയെങ്കിലും കിട്ടാലോ. ഗൾഫിലാണെങ്കിൽ ഒരു ഉമ്മയെങ്കിലും കിട്ടില്ല, നമുക്ക് ഉമ്മയില്ല. നമ്മള് സ്ഥിരം പോണ ഉമ്മയില്ല, വേലില്ല. മുറ്റത്ത് മുല്ലയ്ക്ക് മണില്ല. എന്ത് ചെയ്യാ? അയ്യോ ഈ കറിയൊക്കെ ഞാൻ ചെമ്മീൻ തന്നാ കഴിക്കണ പയറാ നമുക്ക് നന്നാക്കാൻ കൊണ്ട് പോയാലോ. വാ ഞാൻ പോട്ടെ.
അങ്ങനെ ഇതേ നമ്മളിതാ മുളക് പൊടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഡെപ്പഴത്തെ കഴിഞ്ഞിട്ട് അപ്പോൾ പൊടിപ്പിച്ചിട്ട് ഇങ്ങനെ ബക്കറ്റിൽ അടച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് എടുക്കാണ്ട് ഇപ്പോൾ ഏകദേശം അതും കഴിയാറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആകെ ഒരു 1 കിലോൻ്റെ അത്രയ്ക്ക് കഷ്ടമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം മീൻ മസാല പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇടാനുണ്ട്. അങ്ങനെ മീൻ ഒന്ന് വരിയുന്നുണ്ട് കേട്ടോ തലവശം. അപ്പോൾ പട്ടത്തി ഇട്ടാൽ പട്ടത്തിയിൽ ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായി മസാല പറ്റി തിരുമ്പി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കഷ്ണവും നടു കഷ്ണമൊക്കെ ഒന്ന് വരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് ദശ കൂടുതൽ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് എരിവൊക്കെ ആവശ്യമുള്ളതാണ്. തരികൂടി മുളക് പൊടി ഇട്ട് അതൊക്കെ മസാല പറ്റി അത് മാറ്റി വെച്ചോട്ടെ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ ചട്ടിയിൽ എന്നെ മീൻ കറി വെക്കണം. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ ഇട്ടേക്കാം കേട്ടോ. പട്ടത്തി ഇങ്ങനെ വറുത്ത് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് മസാല ഒന്നും വേണ്ട, മൊരിയിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ കറിക്കുള്ള 2 മൂവാണ്ട മാങ്ങ എടുത്തിട്ട് നന്നാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സ്വതവേ മാങ്ങിട്ട മീൻ കറി ഇഷ്ടം, മാങ്ങി പരിപ്പും മുരിങ്ങക്കായ ഇട്ട് വെച്ച കറിയും ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് ഈ മുതിരയും പയറൊക്കെ വറുത്തിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയൊക്കെ കളയും. ആ തൊലി വയ്ക്കുന്നുണ്ട്, അതൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിട്ട് വിസിലടിക്കും. മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അരപ്പ് വയ്ക്കിട്ടാ. അപ്പോൾ ആ കറി ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ദിവസം ഉണ്ടാക്കണം ഞാൻ. ഇനി ഡയറ്റിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓരോന്ന് പരീക്ഷിച്ചാൽ നമ്മളറിയാണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് പോയി. അങ്ങനെ നമ്മൾ ഈ മീൻ കറി വയ്ക്കാനുള്ള ചട്ടിയൊക്കെ എടുത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് 1 കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു. അത് നന്നാക്കി ഇട്ടിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മുകളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് വയറ് വേനിക്കും വയറ്റുന്ന പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞു. പിന്നെ ഒരു മാങ്ങയുടെ 1.5 മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നാക്കിയിട്ട് ഒരു 1.5 മാങ്ങ ബാക്കി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. നാളെ മുരിങ്ങക്കായ മാങ്ങയും കറി വയ്ക്കൽ വെച്ചിട്ട് അതിനൊരു 4 മുരിങ്ങക്കായ മേടിച്ചതിന് ശേഷം മുരിങ്ങക്കായ്ക്ക് ഭയങ്കര വില. പക്ഷേ കാശ് പോയതിൻ്റെ വിഷമം തോന്നിയില്ല കേട്ടോ. 1 കിലോ മാങ്ങയും മുരിങ്ങക്കായും പച്ചമുളക് കൂടിയിട്ട് 100 രൂപയായി. പക്ഷേ അന്നേരം കാശ് പോയി വിഷമം തോന്നിയില്ല. നല്ല മുരിങ്ങക്കായും നല്ല കറിയായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3-4 എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിതിൽ ഒരുപാട് മുളക് പൊടി ഇടുന്നില്ല. ലൈറ്റ് നമ്മൾ പരിപ്പ് പച്ചരച്ച് വയ്ക്കുന്ന കറിയുടെ ഒരു കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ മുരിങ്ങക്കായ മാങ്ങിക്കൊടുമ്പോൾ ചുവന്ന കളറിനോട് വലിയ ഇഷ്ടമില്ലാത്തതാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ മാത്രം വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ തിളച്ചും മാങ്ങയൊക്കെ വെന്നതിന് ശേഷം ഞാൻ ഈ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി. അങ്ങനെ നമ്മളത് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അപ്പുറത്ത് പോയിട്ട് കുറച്ച് ചുവന്നുള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കാനായിട്ട് ഞാൻ അടുത്ത കറിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ 3-4 ചുവന്നുള്ളിയും 1 കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. 3-4 ചുവന്നുള്ളിയും 1 തുണ്ടി ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പച്ചപ്പയർ നന്നാക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ മണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് പയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ഉപ്പേരി വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല കാറ്റും ചൂടൊക്കെ തുടങ്ങിയപ്പോൾ ഭയങ്കര ഇതാകട്ടെ. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് തോന്നിട്ട് അപ്പോൾ ഒരാൾക്ക് വെള്ളം വേണം. അത് കുടിച്ചു എന്നിട്ട് കൊടുത്തതാട്ടെ. എന്നിട്ടുണ്ട് മനസ്സാക്ഷിയിലാണ്ട് അത് ഫുള്ളും കുടിച്ച് തീർക്കണം എനിക്ക് തരാണ്ട്. അപ്പം ഞാൻ നോക്കിക്കണം മതി ഇനി കുറച്ച് എനിക്ക് തുള്ളി കിട്ടുകയുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഭയങ്കര ചൂടായ കാരണം ഭയങ്കര അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ആളല്ല കേട്ടോ. വെള്ളം കുടിക്കാൻ കുറച്ച് മടിയുള്ള ടൈപ്പാണ് ഞാൻ. പിന്നെ ഞാൻ കുറച്ച് പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ കുറച്ച് ശബ്ദങ്ങൾ അവിടെ നിന്നൊക്കെ കേൾക്കണം. വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ഉണ്ണികളൊക്കെ കളിക്കണം, അവരുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ട്. ഡബ് ചെയ്യുമ്പോൾ ഉണ്ണികളൊന്ന് വർത്താനം പറയാണ്ടിരിക്കുമ്പോൾ അവർ കുറച്ച് പേര് സംസാരിക്കും, അവർ ഓർമ്മയില്ലാണ്ട് അങ്ങനെ. അപ്പോൾ എന്തെങ്കിലുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടോ. അപ്പോൾ നാളികേരം ചെരുകിപ്പോൾ വായിലിട്ടതില്ല. പക്ഷേ നമ്മുടെ പണ്ടത്തെ നാളികേരമൊക്കെ ഇങ്ങനെ ചെരുകിയിട്ട് എത്ര കഴിച്ചാലും മതിയാവില്ല. പക്ഷേ ഇപ്പൊന്നും അത്ര ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കി, ഉപ്പും പുളിയൊക്കെ ഉണ്ടോ ടേസ്റ്റ് നോക്കുമ്പോഴേ ആ കറി അങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അധികം എരിയോ പുളിയുടെ കാര്യമൊന്നും ആവശ്യമില്ല. അല്ല അരപ്പ് നാളികേരം അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പയറുണ്ടാവും പൊട്ടിക്കുന്ന ഭാഗമല്ല എന്നാൽ മണിക്കിട്ട് കാനൂര് മണിയൊക്കെ ഒരു കുഞ്ഞ അരിമണിയുടെ അത്രയ്ക്ക് ഉള്ളൂ കേട്ടോ പയറ് മണി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉണക്ക പയർ കണ്ട അപ്പം അത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചൂടായി കഴിഞ്ഞാൽ അത് കുതിർന്ന് നമുക്കത് ഇത് രണ്ടും കൂടി ഉപ്പേരി വയ്ക്കാം. ഒരുപാട് നോക്കിയിട്ട് മാങ്ങ മുരിങ്ങക്കായ ഇട്ടിരിക്കുന്ന കറിയുടെ വീഡിയോസ് ഒരുപാട് നോക്കി വയ്ക്കുക. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലങ്ങനെ വെക്കാത്ത കാരണം പല നാട്ടിൽ വെക്കണാനും ഇനി ഇതിലെന്ത് ചെയ്യുക. പക്ഷെ കുറേയിൽ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നെ ഈ നാളികേരം അരയ്ക്കുമ്പോൾ ഇഞ്ചി ചേർക്കണം. പക്ഷേ എനിക്ക് ഈ നാളികേരം അരയ്ക്കുന്നതിൽ ഇഞ്ചി ചേർക്കുന്നത് ഇഷ്ടമില്ല. വേറൊരു സ്മെല്ല് ആ കറിക്ക് സ്മെല്ലേ മാറും.
അപ്പം ഞങ്ങൾക്ക് ആ ടേസ്റ്റ് പറ്റാത്തതാണ് ഞാൻ വിചാരിച്ചു നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലിൽ വെക്കേച്ചു. പക്ഷേ എൻ്റെ ഇതിൽ ഞാൻ ഇപ്പോൾ മുളകും പൊടി മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചിട്ടു, വെളുത്തുള്ളില്ല ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു, മുരിങ്ങക്കായ് വാങ്ങി. പക്ഷെ ഇങ്ങനെ കഴിക്കുന്ന രസം അല്ലേ, ഇങ്ങനെ കഴിക്കാൻ രസം ഉണ്ട് കേട്ടാ. എന്താ വേറെ ഒന്നും ഇല്ലല്ലോ, നല്ല ചൊടിയുണ്ട്. കുറച്ച് മീൻ ചാറ് വെച്ചിട്ട് ചോറിനുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുരിങ്ങക്കായ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ആ ഇനി ഞാൻ ഇതിലേക്ക് അരപ്പുണ്ടാക്കണം കേട്ടോ. നാളികേരും ചുവന്നുള്ളിയും അരപ്പുണ്ടാക്കണം കേട്ടോ. ഇഞ്ചി ഇടുന്നില്ല, ഇഞ്ചി ഞങ്ങൾക്ക് ഇഞ്ചി അരച്ചിട്ട് ഫ്ലേവർ ഇഷ്ടമല്ല. അരച്ച് കഴിഞ്ഞാൽ ചതച്ചിട്ടാൽ കുഴപ്പമില്ല, അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് മാറും കേട്ടോ. അല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയെ പറ്റുള്ളൂ, പിന്നെ നമ്മൾ അങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതേ ഒരു 3-4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. 2 പിടി നാളികേരം കേട്ടോ. എന്താ വെച്ചാൽ ഈ കറി എനിക്ക് മഞ്ഞ കളറിലാവണമെന്നാണ് ആഗ്രഹം. ഈ റെഡ് നിറാവുമെന്ന് അറിയില്ല. നമ്മുടെ പരിപ്പ് കറിയുടെ നിറത്തിൽ നമ്മൾ ഇവിടെ അത് വേറെ വെപ്പാണ്. അത് ഒരു പ്രാവശ്യം ചെമ്മീൻ മേടിച്ച് വെക്കണം കേട്ടോ. കാന്താരിയിൽ അതിന് അങ്ങനെ ഇതേ മീൻ കറിക്കുള്ള അരപ്പ് വെച്ചോട്ട്. അരപ്പിൽ വേറെ ഒന്നുമില്ല, നാളികേരും 3-4 ചുവന്നുള്ളി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചു കൊടുത്തിട്ട്. ഇനി ഇത് നമുക്കിത് എങ്ങനെ കട്ടിയിൽ വേണോ ലൂസായിട്ട് വേണോ അതൊക്കെ നമ്മുടെ കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒത്തിരി തിക്നെസ്സിലാണ് കേട്ടോ ഈ ഒരു കറി വെച്ചത്. പരിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ ആ മുരിങ്ങക്കായ്മൊന്നും മസാല പിടിക്കാത്ത ടേസ്റ്റ് ആയാലോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ കറി കണ്ട തിളച്ചത് നല്ല ഭംഗിയിൽ കാണാൻ. അപ്പോൾ ഇതിങ്ങനെ ആരിനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ തൃശ്ശൂർക്കാർ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണ് മുരിങ്ങക്കായ ഇട്ടിട്ട് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മളിതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് ചുവന്നുള്ളിയും വറ്റൻമുളകും കറിവേപ്പിലും കൂടി ഇട്ടു കേട്ടോ. ഇനി അതങ്ങോട്ട് മൊരിയിച്ചിട്ട് നമ്മുടെ ഈ കറിയിലേക്കാണ് കൊട്ടു കൊടുത്ത് നമ്മുടെ അടിപൊളി ഒരു മീൻ കറി ടേസ്റ്റായിട്ട് മീൻ കറി റെഡി കേട്ടോ. പക്ഷേ ഇതൊരു മീൻ കറിയുടെ മട്ടിപ്പോ കാര്യങ്ങളൊന്നും വരില്ല, പക്ഷേ ചോറിലേക്ക് ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അത്ര ഇഷ്ടമായെങ്കിൽ മാത്രമേ ഞാൻ ഇഷ്ടമായത് പറയുള്ളൂ, അല്ലാത്തതും എനിക്ക് അത്ര ഞങ്ങൾ കഴിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത പരിപാടി ഉച്ചയൂടിൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നല്ല പട്ടത്തി ഉണ്ടായിരുന്നു, അത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറുക്കാട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, അത് തൊലിയോടൊക്കെ അങ്ങനെ ചതച്ചിട്ട് അതും അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ നമ്മൾ ആ മീൻ കഴിക്കുമ്പോൾ ആ വെളുത്തുള്ളി ഇങ്ങനെ മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചോറിനൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അത് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും, സ്ഥിരമൊന്നും ചെയ്യാറില്ല. ചില മീനുകളിലേക്ക് എനിക്കത് ചെയ്യുന്നത് ഇഷ്ടമാട്ടോ. അങ്ങനെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മീനിൻ്റെ ടേസ്റ്റും എന്നാൽ പരിപ്പുകറിയുടെയും മുരിങ്ങയുടെയും മാങ്ങയുടെയും ഒക്കെ ടേസ്റ്റ് കൂടിയപ്പോൾ കൊള്ളാം. നമ്മൾ മുരിങ്ങക്കായിട്ട് മാങ്ങക്കറി നമുക്ക് വെക്കാത്ത മീൻകറി വെക്കാട്ടാ. നോക്കിയാലേട്ടാ ഞാൻ പറഞ്ഞ എൻ്റെ രീതിയിലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ തൃശ്ശൂർക്കാരുടെ കുറച്ച് ടേസ്റ്റുകൾക്ക് വ്യത്യാസമുണ്ട്. ഈ കുരുമുളക് പൊടി ഇതിലൊന്നും കൊണ്ടുവന്നിട്ട് ഞാൻ സ്വതവേ മീൻകറിയിൽ കുരുമുളക് പൊടി ഇടാത്ത വെക്കുക. മറ്റവിടെ വെക്കണവർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്ക്, ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്ത് കറി കണ്ടാലും എനിക്ക് എൻ്റെ ഒരു രീതിയിൽ ഞാൻ വെക്കുള്ളൂ. എന്ത് കറികൾ കണ്ടാലും എന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റുകൾ അത് ചെയ്ത ടേസ്റ്റ് നമുക്ക് പിടിക്കില്ല എന്നുള്ളതൊന്നും ഞാൻ ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഞാൻ കൊടുത്തോളെ എളുപ്പമാട്ടോ, 10 മിനിറ്റ് എന്ന് വെച്ചാൽ നല്ല ചള്ള് പുളിയേക്കായി മൂവാണ്ടമാങ്ങയും ചെമ്മീൻ. അത് അധികം വേവേണ്ട കാര്യമില്ല. ഒരു 2 തള വയ്ക്കുമ്പോഴേക്കും ഈ 3 സാധനം വേവണതാണ്. ചെമ്മീനൊന്നും ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ സോഫ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അരപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഞാൻ കൊടുത്തേക്കോട്ടെ. എങ്ങനെ കഴിക്കുക കാണാല്ലേ ആശ അറ്റത്ത് പോയിരിക്കുക. അങ്ങനെ കണ്ടിട്ട് എന്താ കാര്യം? രസം കേട്ടാ. ഒരു മീനിന്റെ ഒരു ഫ്ലേവർ, ചെമ്മീൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിന് ഒരുപാട് മീനും ചേർത്തില്ല, ഒന്നുകൂടി ചേർക്കാൻ ചിലപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കാണും. ഞാൻ കറി പറ്റുമെന്ന് കാക്കില ചെമ്മീനെ മേടിച്ചത്. ഇത് ഇങ്ങനെ കുറച്ച് കഴിക്കുന്നത് ചോറിൽ ഇങ്ങനെ പരട്ട മീൻ വറുത്തത് എന്നോട് പറഞ്ഞു കാലുമുട്ട് വേദനയൊക്കെ വരും. എന്ത് ചോറിനുണ്ടോ? ഞാൻ ചപ്പാത്തി ചപ്പാത്തി 2 കഴിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ഒന്നും കഴിക്കണം, ഞാൻ ചോറ് കഴിക്കൂട്ടാ. ചോറ് കഴിക്കും. എന്താ ഞാൻ ചപ്പാത്തി കഴിക്കുന്നുള്ളൂ.
ഇന്ന് ചോറാണോ? ആ മഴക്കാലൊക്കെ അമർത്തി വരുമ്പോ പണിയാണേ. എന്താ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞേ. ഇന്ന് ഇപ്പൊ ഒരു 6 ദിവസമായിട്ട് എന്നോട് കാലം അമർത്തിപ്പിക്കണില്ല, അതാണ് സത്യം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മാങ്ങ മുരിങ്ങക്കായിട്ട കറി സെറ്റ്. ഞാൻ സന്തൂർ മമ്മി ഒന്നല്ല, ഞാൻ സാധാ മമ്മി. അങ്ങനത്തെ ഇഷ്ടമല്ല. നമുക്ക് പാക്ക് ചെയ്ത് പോയതല്ല, അപ്പൊ അതൊക്കെ ഇനി അതാത് സ്ഥലത്തേക്ക് എത്തണം. എന്താ വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യെത്തും ദൂരത്ത് വേണം ഇതല്ലാതെ ഇരിക്കാൻ. ദൂരെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ മെനക്കെട്ട പണിയാണ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാന്നില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു കേട്ടോ. കുക്കിംഗ് വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞിനെ കണ്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞത് അമ്മ ഉണ്ടാക്കുന്ന കറികൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് എന്നാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. സത്യം, ഞാൻ ടേസ്റ്റിൻ്റെ കാര്യം ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ്, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന കറികൾ പെട്ടെന്ന് ഉണ്ടാക്കി തീരേക്കണ കറികളാണ് കേട്ടോ. ഈ കുറേ നേരം മെനക്കെട്ടിട്ട് അത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എനിക്കത് എന്താ വെച്ചാൽ നമുക്കൊരു വീട്ടമ്മ സാധാരണ ലൈഫിലേക്ക് നമുക്ക് വേണ്ട ഉച്ചഭക്ഷണത്തിനുള്ളത് പെട്ടെന്ന് ചിലവരാണ് രാവും പകരം ഈ അടുക്കളയുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഞരങ്ങാണ്. എനിക്ക് ഇഷ്ടമല്ല. പണി കഴിയാൻ പെട്ടെന്ന് തീർക്കുക, എന്നാൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആക്കുക, പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുക. അത്രയാണോ നമ്മൾ കണ്ണിൽ കാണാതെ. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഉണക്കപ്പയർ ഒരു 3-4 വിസിലടിച്ച് വെച്ചുട്ടോ. അതിന് ശേഷം പച്ചപ്പയർ കുറച്ച് ഞാൻ കഴുകി അത് ഇട്ടിട്ട് ഒരൊറ്റ വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കാച്ചി തന്നെ കേട്ടോ. അപ്പം ഞാൻ പച്ചപ്പയർ ഉപ്പേരി വയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, അരിക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു, ഇനി വെളുത്തുള്ളി ഇടില്ല, ചുവന്നുള്ളിയും കറിവേപ്പിലയും ചതച്ചത് മാത്രം ഇട്ട് കൊടുക്കട്ടെ. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ കുത്തിയ മുളകും കുറച്ച് മുളകും പൊടി കുറച്ചൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ പച്ചപ്പയറും ഉണക്കപ്പയറും കൂടിയിട്ട് ഉപ്പേരി വെച്ചത് സെറ്റാണ് കേട്ടോ. എനിക്ക് പയർ ഇങ്ങനെ മണിമണിയായിട്ട് കിടക്കുന്നത് ഇഷ്ടമാണ്, ഒന്ന് കുഴഞ്ഞ് കിടക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ കേട്ടെ പൈനാപ്പിൾ പച്ചടിക്കുള്ള പൈനാപ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 പീസ് പൈനാപ്പിൾ അയച്ചു. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ട് പയറുപ്പേരി ഉണ്ടാക്കിയതിന് ശേഷം ആ വേറെ പാത്രത്തിലാക്കിയിട്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി. അപ്പം ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളല്ലേ പയറുപ്പേരിയും മീൻ വറുത്തതും പൈനാപ്പിൾ പച്ചടിയും നല്ല മീൻ കറിയും. ഹലോ എങ്ങനെയുണ്ട് ഫുഡ്? കഴിച്ചു നോക്കിയിട്ട് പറ. സത്യസന്ധമായിട്ടുള്ള ഉത്തരം മതി കേട്ടോ. ഓക്കെ. ചെമ്മീൻ കറി സൂപ്പറാട്ടോ, നല്ല രസമുണ്ട്. ചെമ്മീനും മുരിങ്ങായും മാങ്ങിയിട്ട് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്. എനിക്ക് ഇഷ്ടമായിട്ടാണ്. ഞാൻ പിള്ളേർക്ക് വിട്ടു കൊടുക്കുമ്പോൾ ഞാൻ ടച്ച് ചെയ്ത് നോക്കി. നമുക്ക് മീൻ കറി കഴിച്ചാൽ ഫീലല്ല വരിക, എന്നാൽ മീനിൻ്റെ ഒരു ചെമ്മീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നിൽക്കുന്നുണ്ട്, ഒരു മട്ട് പോകാത്ത ഒരു ഫീൽ അല്ലേ. അച്ചാറ് ഒരു മീൻ വറുത്തത് പൈനാപ്പിൾ പച്ചടി ഇരിക്കുന്നുണ്ട് അവിടെ, അത് വേണം, അത് വേറെ. സൂപ്പറാ, അടിപൊളിയാണ്. അപ്പോൾ ഈ ഫുഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് ചോറും കുറച്ച് മീനിക്കായും ചിമ്മീനും കറി പയറുപ്പേരി ഒരു മീൻ വറുത്തത് കുറച്ച് മാങ്ങച്ചാറ് പൈനാപ്പിൾ പച്ചടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ നമുക്ക് ഊണയിച്ചാലോ. അപ്പോൾ സത്യം കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല മുരിങ്ങക്കായ കറിയുടെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. കുറച്ച് ചെമ്മീനും ഇങ്ങനെ വെക്കുമ്പോൾ കഴിക്കാൻ ടേസ്റ്റാണ്. ഞാൻ ചെമ്മീൻ അങ്ങനെ കഴിക്കാത്ത ആളാണ്, പക്ഷേ ചെമ്മീനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കറിയൊക്കെ കുറച്ച് കുഴച്ചു. അതിലേക്ക് ഒരു മീൻ കഷ്ണം ഒരു മാങ്ങ കഷ്ണം പിന്നെ കുറച്ച് പയറുപ്പേരി വെച്ചുട്ടാ. നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മുടെ വായിൽ നമ്മളറിയാണ്ട് തന്നെ വെള്ളം ഊറും. എന്നിട്ട് കുഴച്ച് വായിൽ ചേർത്ത് ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ചെമ്മീൻ കറി മാത്രം കൂട്ടി ചോറുണ്ട് കേട്ടൊക്കെ ഒന്നിനും മീൻ വറുത്തതിന് ഒന്നും ആവശ്യമില്ല. ഒരു മീനിൻ്റെ ഫ്ലേവർ ആ കറിക്ക് ഓൾറെഡി ഉണ്ടല്ലോ.
പിന്നെ ആ മീൻ കറിയിലിട്ട മുരിങ്ങക്കായ്ക്ക് വേറൊരു ടേസ്റ്റ് ഇട്ടാൽ ആ ചെമ്മീൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആ മുരിങ്ങക്കായ്ക്ക് എന്നിട്ട് അത് വേറൊരു ടേസ്റ്റ് ഇട്ടാൽ അങ്ങനെ ഉച്ചയൂണ് അടിപൊളി ഒരു ഉച്ചയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാം നന്നാക്കാനുള്ള കുറച്ച് ടൈമുള്ള ഒരു 10-15-20 മിനിറ്റുള്ളിൽ നമ്മുടെ ഈ ഉച്ചയൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. പരിപ്പ് കറി നല്ല ചെമ്മീനും മാങ്ങി മുരിങ്ങക്കായിട്ട് കറി വെച്ചു, മീൻ വറുത്തും. പിന്നെ ഞാൻ ആ മാറ്റിയത് എന്താണെന്ന് പറയുക, നല്ല കഷ്ണം മീൻ വറുത്തത് എൻ്റെ പ്ലേറ്റിലേക്ക് വീഡിയോ എടുക്കാൻ ഭംഗിക്ക് വെച്ചാട്ടാ. പിന്നെ അത് അന്വേഷണം കൊടുത്തിട്ട് ആ വാലിൻ്റെ ദശ ഉണ്ടാവില്ല, അത് ഞാൻ എടുത്തതാട്ടാ. എന്നിട്ട് ദശയുള്ള ഭാഗങ്ങളൊക്കെ അച്ഛനും മക്കൾക്കും കൊടുക്കും. നമ്മൾ പിന്നെ അതിൻ്റെ ബാക്കി അടിയും പൊടിയൊക്കെ കഴിക്കുക. അത് നമുക്കതാ ഹാപ്പിനെസ് കിട്ടുക. അപ്പം അന്നേട്ടൻ ഇന്ന് എടുത്തോണ്ടിന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, അന്നേട്ടൻ കഴിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ വാലിൻ്റെ വശം ഞാൻ എടുത്ത് വെച്ചിട്ട് അങ്ങനെ നമ്മളെ മീൻ തിന്നാൻ പറ്റില്ല, ഇങ്ങനെ കടിച്ച് തിന്നാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇത്രയുള്ളൂ. ബായ്.